ഞങ്ങളുടെ വീട്ടിൽ പെണ്ണുമ്പോൾ മര്യാദ ചവിട്ടി തേച്ചോളെ ഞാൻ വേണ്ടാതെല്ലാം കാണിച്ചു വെച്ചാൽ നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങൾക്ക് ചൊറിയണ ഹലോ 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 കാര്യം എന്താ എന്താ കാര്യം ആകെയുള്ള 5 സെന്റ് സ്ഥലമാണ് അതവർ എന്നോട് മൂത്തമോനെ എഴുതി കൊടുത്ത് കൊറേ നേരമായല്ലോ എല്ലാം കൂടെ കിടന്ന് ഇനി ഒച്ച വെച്ചാലേ ഞങ്ങക്ക് ജോലിക്ക് തടസ്സം പറഞ്ഞ് എല്ലാത്തിനും അഴി എണിക്കും ഞാൻ പറഞ്ഞേക്കാം. ഹലോ ആ അത് തന്നെ ഡോക്ടർ അംബേദ്കറിന്റെ പ്രതിമ വെച്ചിട്ടുള്ള ഒരു ജംഗ്ഷൻ. താനെ ഒരു കാര്യം ചെയ്, നേരമണ്ണം വഴിയേറുന്ന ഏതേലും കാരണവരെ കൂട്ടിട്ട് വാ. രമേശ ഇവിടെ ഏത് സമയവും കൈയുണ്ടിയാണ് എന്നോട് സംസാരിക്കുന്നത്. ഇങ്ങനെ ഞാൻ സംസാരിച്ചാൽ കൈവെട്ടോ. അതൊന്ന് താഴ്ത്തി അടിക്കടോ. സാറേ പെട്ടെന്നൊരു പോകുന്നു സാറേ. വിധിപ്പോ പറയും. ഇന്നുണ്ടോ ചേച്ചി? കേസൊക്കെ ഉണ്ടോ? അത് തെറ്റി മാത്രമേ ഉള്ളൂ. ഞാൻ വക്കീലിനെ കണ്ടു തരട്ടെ. അത് കുറച്ച് കുറച്ച് കൊടുക്കണം. വക്കീൽ ഇതാ ഇവിടെ നിൽക്കും. ഇത് മുഴുവൻ വക്കീലിന്റെ ശ്വാസകോശത്തിലോട്ടാ പോയിരിക്കുന്നത്. ഈ നിക്കോട്ടിൻ എന്ന് പറഞ്ഞ സാധനമേ. ഓ ഇന്നും കുമ്പളപ്പാണോ? ആ വേണോ? എനിക്കൊന്നും വേണ്ട ടീച്ചറേ. അയ്യോ വല്ല നടക്കുമോ വക്കീലേ? നടക്കുമെന്ന് ചോദിച്ചാൽ ഉള്ളത് പറയാലോ ടീച്ചറേ, അവൻ ഇന്നും വന്നിട്ടില്ല. അയ്യോ ഇവനെന്താ പിള്ള കളിക്കുകയാണോ? മനുഷ്യൻ കോടതി കയറി മുട്ട് തേഞ്ഞു പോയി. അവനെന്ന് വിളിക്ക വക്കീലേ. അവന് ഫോണുണ്ടെങ്കിലേ വിളിക്കാൻ പറ്റൂ. അയ്യോ ഇനി എന്ത് ചെയ്യും? ഒക്കെ ഉണ്ട് ടീച്ചർ, വാ. തപ്പിക്കൊണ്ടിരിക്കുക. ആ പടയുടെ ഈ ഒരു ഓഞ്ഞ കേസാണ് ഉള്ളത്. എന്നിട്ട് ജാമ്പവാന്റെ അടുത്ത് ഫയൽ മുഴുവൻ കൊണ്ടുവന്ന് ചുമ്മാ തപ്പുക. വെറും ഷോ. യുവർ ഓണർ, എന്റെ കക്ഷിയായ മൃണാളിനി 6-7 വർഷമായില്ലേ വക്കീലെ കേസും കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട്. നിങ്ങളുടെ കക്ഷിയുടെ പേരെങ്കിലും ഒന്ന് മര്യാദയ്ക്ക് പഠിച്ചു വെച്ചൂടെ? കഷ്ടമായത്. ഉപ്പും പുളിയും കൂട്ടണ നാവിന് തപ്പും പഴയൊക്കെ വരും. ഐ എം സോറി യുവർ ഓണർ. ഓക്കെ കണ്ടിന്യൂ. എന്റെ കക്ഷിയായ ടീച്ചറുടെ വീട്ടിൽ നിന്നും മണി എന്ന പ്രതി മോഷ്ടിച്ച പമ്പ് സെറ്റ് തൊണ്ടി മുതലായി കഴിഞ്ഞ 7 വർഷമായി ഈ കോടതിയിൽ നിലനിൽക്കുന്നതാണ്. കോടതിയുടെ വിലപ്പെട്ട സമയം പോലും മാനിക്കാതെ മണി ഇന്നും കോടതിയിൽ ഹാജരായിട്ടില്ല. ആയതിനാൽ കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് നിയമപ്രകാരം പ്രതിഭാഗം കക്ഷിയുടെ ബെയിൽ ക്യാൻസൽ ചെയ്ത് വാറന്റ് ഇഷ്യൂ ചെയ്യണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. യുവർ ഓണർ, എന്റെ കക്ഷിയായ മണി ജോലി സംബന്ധമായ കാര്യങ്ങൾ കാരണമാണ് ഇന്നിവിടെ ഹാജരാകാതിരുന്നത്. ബെയിൽ കിട്ടി വെളിയിൽ പോയിട്ടും ബഹുമാനപ്പെട്ട കോടതി ആവശ്യപ്പെട്ട ദിവസങ്ങളിലെല്ലാം എന്റെ കക്ഷി ഇതിനു മുമ്പും കൃത്യമായി ഹാജരായിട്ടുള്ളതാണ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. എന്നാ വക്കീലേ? യുവർ ഓണർ, ജോലിയും കൂലിയും ഒന്നും കോടതിയിൽ പരിഗണിക്കേണ്ട കാര്യമേ അല്ല. കോർട്ട് പറയുന്ന നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണ്. കോടതിയെ കബളിപ്പിച്ച് ഹാജരാകാത്ത തന്റെ കക്ഷിയെ രക്ഷിക്കാൻ വൃത്തികെട്ട പൊറാട്ട് നാടകമാണ് പ്രതിഭാഗം വക്കീൽ നടത്തുന്നതെന്ന് മനസ്സിലാക്കി കോടതി മണിക്ക് വാറന്റ് ഇഷ്യൂ ചെയ്യണമെന്ന് ഞാൻ ഈ കോടതിയിൽ വീണ്ടും അപേക്ഷിക്കുകയാണ്. അപേക്ഷിച്ചു കഴിഞ്ഞോ വക്കീലേ? എങ്കിലിരിക്കും. യുവർ ഓണർ, വർഷം ഇത്രയായിട്ടും എന്റെ കക്ഷിയായ മണിയെ കുറ്റക്കാരനായി കാണാൻ കഴിയാത്തതിന്റെ അമർഷമാണ് വാദിഭാഗം വക്കീൽ ഇവിടെ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആർട്ടിക്കിൾ 21 കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ വിധി പ്രകാരം ബെയിൽ കിട്ടി വെളിയിൽ പോയാൽ ജോലി സംബന്ധമായ കാര്യങ്ങളാൽ കോടതിയിൽ ഹാജരാകാതെ വന്നാൽ അത് നിയമലംഘനമായി കാണേണ്ടതില്ല എന്നുണ്ട്. കോടതി എനിക്ക് സമയം നൽകിയാൽ അടുത്ത ഹിയറിങ്ങിന് ഈ മണിയെ ഇവിടെ ഹാജരാക്കിയിരിക്കുമെന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ഞാൻ താഴ്മയായി അറിയിച്ചുകൊള്ളുന്നു. കണ്ടാ മതി.
അപ്പോഴേ നെക്സ്റ്റ് ഹിയറിങ് അടുത്ത 15-ന്. പിന്നെ സാമൂഹികയില്ലേ അടുത്ത ഹിയറിങ്ങിന് മണി ഹാജരായില്ലെങ്കിൽ പാതിഭാഗം വക്കീൽ ആവശ്യപ്പെട്ട പോലെ വാറന്റ് ഇട്ട് പിടിച്ച് അകത്താക്കും അയാളെ. പറഞ്ഞേക്കാം, തലയാട്ടിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. ടീച്ചറെ, കോടതിയും കേസും ഒക്കെ അങ്ങ് പുറത്ത്, അതും പറഞ്ഞ് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, പറഞ്ഞേക്കാം ഞാൻ. ലളിതേ, അവനെ കോടതി കണ്ടില്ല, അതുകൊണ്ട് ഇവിടെ കാര്യം ഉണ്ടോന്ന് നോക്കാൻ വന്നതാ ഞാൻ. ഓ, ടീച്ചർ പറഞ്ഞ കേട്ടാ തോന്നുമല്ലോ കഴിഞ്ഞ ആഴ്ചയാണ് കേസ് തുടങ്ങിയെന്ന്. കാലം ഇത്ര ആയല്ലോ, എന്നിട്ട് നിങ്ങളെ കൊണ്ടോ കോടതിയെ കൊണ്ടോ വല്ലതും ചെയ്യാൻ പറ്റുമോ? അവൻ കള്ളനാണോ ഇല്ലയോ തീരുമാനിക്കുന്നത് ഞാനല്ലല്ലോ, കോടതിയല്ലേ. അതിനവൻ കോടതി വരണം, അല്ലാതെ കോടതി ഈരത്തുരുത്തൽ മണിയുടെ വീട്ടിലോട്ട് വരുവോ? ഓ, ഒന്നും പറയാൻ നിൽക്കണ്ട. 6-7 കൊല്ലായി ഈ കേസ് എന്നും പറഞ്ഞ് മനുഷ്യട്ടിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. ഇതിനും ഭേദം അങ്ങനെ കക്കാൻ പോകുന്നായിരുന്നു. അയ്യോ ലളിത, നീ അങ്ങനെ പറയാവോ? പിന്നെ ഞാൻ എങ്ങനെയാ പറയണ്ടേ? മര്യാദക്കൊന്ന് ഇറങ്ങിക്കൊണം, ഇല്ലെങ്കിൽ ഒച്ചോച്ചിനെ ആളെ കൂട്ടും. പറഞ്ഞില്ലെന്ന് വേണ്ട. മോട്ടറും കുന്തോ കുടച്ചാക്കരക്കെട്ട് വന്നേക്കുവാ.